നമസ്കാരം. ആഗോള പ്രതിരോധ രംഗത്തും ബഹിരാകാശ ഗവേഷണങ്ങളിലും വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണ ശേഷിയും ഡ്രോണുകളുടെ വഴക്കവും സമന്വയിപ്പിക്കുന്ന പുതിയൊരു സാങ്കേതികവിദ്യ ആകാശത്ത് വിന്യസിക്കുവാൻ ഒരുങ്ങുന്നതിലൂടെ ഭാരതം അഭിമാനകരമായ മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിടുകയാണ്. നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ ആദ്യത്തെ പൂർണ്ണതോതിലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ് അഥവാ ഹാപ്സ് എന്ന അത്യാധുനിക പ്ലാറ്റ്ഫോം പരീക്ഷണ പറക്കലിനായി പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. ഭൂമിയിൽ നിന്ന് ഏകദേശം 75,000 അടി, അതായത് 23 കിലോമീറ്റർ ഉയരത്തിൽ സ്ട്രാറ്റോസ്ഫിയറിൽ നിലയുറപ്പിച്ചുകൊണ്ട് 90 ദിവസത്തോളം തുടർച്ചയായി പറക്കാൻ ശേഷിയുള്ള ഈ സംവിധാനം ഭാരതത്തിൻ്റെ പ്രതിരോധ നിരീക്ഷണ മേഖലയിലും ആശയവിനിമയ ശൃംഖലയിലും അത്ഭുതപൂർവമായ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും. ഈ അതുല്യ നേട്ടത്തോടെ സ്ട്രാറ്റോസ്ഫിയർ സാങ്കേതിക വിദ്യ കൈയാളുന്ന ലോകത്തിലെ അതിവേഗം വളരുന്ന മുൻനിര രാജ്യങ്ങളുടെ നിരയിലേക്ക് ഭാരതവും കടന്നിരിക്കുകയാണ്. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിൻ്റെ കീഴിൽ പ്രവർത്തിപ്പിക്കുന്ന നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ് അതീവ താൽപ്പര്യത്തോടെയാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ബോയിങ് 737 വിമാനത്തോട് കിടപിടിക്കുന്ന തരത്തിൽ 33 മീറ്റർ വിങ് സ്പാൻ ഉള്ള ഈ പൂർണ്ണ തോതിലുള്ള ഭീമൻ പ്ലാറ്റ്ഫോമിൻ്റെ ആദ്യ വിന്യാസമായിരിക്കും വരാനിരിക്കുന്ന പരീക്ഷണ പറക്കൽ. 3 മാസത്തോളം ആകാശത്ത് തുടർച്ചയായി തങ്ങി നിൽക്കാൻ ഇതിനെ സഹായിക്കുന്നത് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക സിസ്റ്റങ്ങളും നൂതനമായ ബാറ്ററി മാനേജ്മെൻറ്റ് സാങ്കേതികവിദ്യയുമാണ്. പകൽ സമയത്ത് സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജ്ജം സംഭരിക്കുകയും രാത്രിയിൽ ഉയർന്ന ശേഷിയുള്ള ബാറ്ററികൾ ഉപയോഗിച്ച് പറക്കൽ തുടരുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രവർത്തന രീതി. കൊമേഴ്സ്യൽ വിമാനങ്ങൾ പറക്കുന്ന ഉയരത്തിനും വളരെ മുകളിലായി സ്ട്രാറ്റോസ്ഫിയറിൽ നിലയുറപ്പിച്ചിരിക്കുന്നതിനാൽ അതിവിശാലമായ ഭൂപ്രദേശങ്ങളിൽ തടസ്സമില്ലാത്ത കവറേജ് ഉറപ്പാക്കാൻ ഈ പ്ലാറ്റ്ഫോമിന് സാധിക്കും. ഈ വലിയ വിജയത്തിന് പിന്നിൽ കൃത്യമായ മുൻകാല പരീക്ഷണങ്ങളുടെ നീണ്ട ചരിത്രമുണ്ട്. 2024 NAL ഇതിൻ്റെ ചെറിയൊരു പ്രോട്ടോടൈപ്പ് വിജയകരമായി പരീക്ഷിച്ച് നോക്കിയിരുന്നു. 11 മീറ്റർ വിങ് സ്പാനും 5 മീറ്റർ നീളവുമുള്ള സൗരോർജ്ജത്തിൽ പ്രവർത്തിച്ച ആ ഡെമോൺസ്ട്രേറ്റർ 7.5 കിലോമീറ്റർ ഉയരം കൈവരിക്കുകയും 10 മണിക്കൂറിലധികം വിജയകരമായി പറക്കുകയും ചെയ്തു. ആ പരീക്ഷണത്തിലൂടെ എയറോഡൈനാമിക് ഡിസൈൻ, ഭാരം കുറഞ്ഞ കാർബൺ കോമ്പോസിറ്റ് ഘടനകൾ, സൗരോർജ്ജം സംഭരിക്കാനുള്ള സംവിധാനങ്ങൾ എന്നിവയുടെ കാര്യക്ഷമത ശാസ്ത്രജ്ഞർ കൃത്യമായി വിലയിരുത്തി ഉറപ്പുവരുത്തി. ഈ പരീക്ഷണ വിജയമാണ് ഇപ്പോൾ 23 കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള പൂർണ്ണ തോതിലുള്ള വലിയ പതിപ്പ് നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞർക്ക് കരുത്ത് പകർന്നത്. ഹാപ്സ് പ്ലാറ്റ്ഫോമുകളെ പലപ്പോഴും ആകാശത്തിലെ ഗോപുരങ്ങൾ എന്നാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. സങ്കീർണമായ റോക്കറ്റ് വിക്ഷേപണങ്ങൾ ആവശ്യമുള്ളതും കൃത്യമായ ഇടവേളകളിൽ മാത്രം വിവരങ്ങൾ നൽകുന്നതുമായ ഉപഗ്രഹങ്ങളിൽ നിന്നും കുറഞ്ഞ ഉയരത്തിലും കുറഞ്ഞ സമയവും മാത്രം പറക്കാൻ കഴിയുന്ന സാധാരണ ഡ്രോണുകളിൽ നിന്നും ഹാപ്സ് തികച്ചും വ്യത്യസ്തമാണ്. മാസങ്ങളോളം ആകാശത്ത് ഒരേ സ്ഥാനത്ത് തുടരാൻ കഴിയുന്ന ഇവയ്ക്ക് തത്സമയ നിരീക്ഷണം, ടെലികമ്മ്യൂണിക്കേഷൻ, പരിസ്ഥിതി നിരീക്ഷണം എന്നിവ ഒരേ സമയം സാധ്യമാകും. 5G, ഭാവിയിലെ 6G സിഗ്നലുകൾ വരെ വിദൂര പ്രദേശങ്ങളിലേക്ക് എത്തിക്കാനും ഡിജിറ്റൽ സൗകര്യങ്ങൾ കുറഞ്ഞ ഗ്രാമങ്ങളിൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി വ്യാപിപ്പിക്കാനും ഇതിലൂടെ കഴിയും. സിവിൽ പ്രതിരോധ ആവശ്യങ്ങൾക്കായി തത്സമയ ചിത്രങ്ങളും വീഡിയോകളും നൽകാൻ കഴിയുന്ന ഇതിൻ്റെ വഴക്കം ദുരന്ത നിവാരണം, കൃത്യത, കൃഷി, സമുദ്ര സുരക്ഷാ നിരീക്ഷണം എന്നിവയ്ക്കും വലിയ സഹായകമാകും. ആഗോളതലത്തിൽ അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ദക്ഷിണ കൊറിയ, ന്യൂസിലാൻഡ്, ജപ്പാൻ തുടങ്ങിയ ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമാണ് നിലവിൽ ഈ സാങ്കേതിക വിദ്യയിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. പ്രമുഖ വിമാന നിർമ്മാണ കമ്പനിയായ എയർബസ് ഇതിനകം തന്നെ അവരുടെ സെഫയർ പ്ലാറ്റ്ഫോം വിജയകരമായി പ്രദർശിപ്പിക്കുകയും ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം ഉയർന്ന റെസൊല്യൂഷൻ ചിത്രങ്ങൾക്കായി അത് ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഉന്നത രാജ്യങ്ങളുടെ കൂട്ടായ്മയിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ തദ്ദേശീയമായ കരുത്തോടെ കടന്നു ചെല്ലുന്നത്. കടുത്ത കാലാവസ്ഥയിലും അതിശീതള താപനിലയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഉയർന്ന ശേഷിയുള്ള ഇലക്ട്രിക് മോട്ടോറുകൾ, വായു കുറഞ്ഞ സ്ട്രാറ്റോസ്ഫിയറിലെ അന്തരീക്ഷത്തിന് അനുയോജ്യമായ പ്രൊപ്പല്ലറുകൾ, ശക്തമായ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെയാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇതിലുള്ള മോഡുലാർ പേലോഡ് ബേ വഴി നിരീക്ഷണ സെൻസറുകളും കമ്മ്യൂണിക്കേഷൻ റിലേകളും എളുപ്പത്തിൽ ഘടിപ്പിക്കാൻ സാധിക്കും. മണിക്കൂറിൽ 80 മുതൽ 100 കിലോമീറ്റർ വരെ വേഗതയുള്ള ഇതിന് 10 കിലോയോളം ഭാരം വഹിക്കാനും ശേഷിയുണ്ട്. ഇന്ത്യൻ സായുധ സേനയെ സംബന്ധിച്ചിടത്തോളം ഉപഗ്രഹങ്ങൾക്കും UAVകൾക്കും പകരമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞൊരു സംവിധാനമാണിത്. നിലവിലുള്ള ഡ്രോണുകൾക്ക് സ്ട്രാറ്റോസ്ഫിയർ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയില്ല. അതേസമയം സാറ്റലൈറ്റ് വിക്ഷേപണങ്ങൾ വലിയ തുകയും സമയവും ആവശ്യപ്പെടുന്നതുമാണ്. എന്നാൽ ഹാപ്സ് സമാന്തരമായി വിന്യസിക്കുന്നതിലൂടെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ അതിർത്തികളിൽ തടസ്സമില്ലാത്ത ഇൻ്റലിജൻസ് നിരീക്ഷണവും സമുദ്രമേഖലകളിൽ കൃത്യമായ നിരീക്ഷണവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ തത്സമയ വിവരശേഖരണവും വളരെ എളുപ്പത്തിൽ സാധ്യമാകും. പ്രളയമോ ചുഴലിക്കാറ്റോ ഉണ്ടാകുന്ന സിവിലിയൻ അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും ഇത് വലിയ പങ്കുവഹിക്കും. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഈ പദ്ധതിയുടെ നിർണായക ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു എന്നും
2026 അവസാനത്തോടെ പൂർണ്ണതോതിലുള്ള ഈ മോഡൽ പറക്കലിന് സജ്ജമാകുമെന്നും ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രവർത്തന സജ്ജമാകുന്നതോടെ ഈ സംവിധാനം രാജ്യത്തിൻ്റെ പ്രതിരോധം ശക്തമാക്കുക മാത്രമല്ല, ഇന്ത്യയുടെ ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ നയങ്ങൾക്കും ശാസ്ത്രീയ പുരോഗതിക്കും വലിയൊരു നാഴികക്കല്ലായി മാറുകയും ചെയ്യും. ഭൂമിയിൽ നിന്ന് 75,000 അടി മുകളിൽ സ്ട്രാറ്റോസ്ഫിയറിൽ നിലയുറപ്പിച്ച് മാസങ്ങളോളം തടസ്സമില്ലാതെ പറക്കാൻ ശേഷിയുള്ള ഈ തദ്ദേശീയ വിമാനം ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയിൽ അക്ഷരാർത്ഥത്തിൽ ഒരു വിപ്ലവകരമായ മാറ്റമായിരിക്കും കൊണ്ടുവരിക. ശത്രു രാജ്യങ്ങളുടെ ചാരക്കണ്ണുകളെ വെട്ടിച്ച് ഇന്ത്യയുടെ അതിർത്തികളെ കാത്തു സൂക്ഷിക്കുന്നതിൽ ഈ നിർണായക സാങ്കേതികവിദ്യ പ്രതിരോധ മേഖലയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇന്ത്യയുടെ തന്ത്രപ്രധാനവും തർക്കപ്രദേശങ്ങളുമായ അതിർത്തികളിൽ നിരന്തരവും തടസ്സമില്ലാത്തതുമായി നിരീക്ഷണം ഉറപ്പാക്കാൻ സാധിക്കുമെന്നതാണ് ഹാപ്സ് നൽകുന്ന ഏറ്റവും വലിയ പ്രതിരോധ നേട്ടം. നിലവിൽ ഇന്ത്യയുടെ അതിർത്തികൾ നിരീക്ഷിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ഒരു നിശ്ചിത പ്രദേശത്തിൻ്റെ വിവരങ്ങൾ ഇടവേളകളിൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. അതേസമയം സാധാരണ ഡ്രോണുകൾക്ക് കടുത്ത കാലാവസ്ഥയെ പ്രതിരോധിക്കാനോ ഏതാനും മണിക്കൂറുകളിൽ കൂടുതൽ വായുവിൽ തുടരുവാനോ സാധിക്കില്ല. ഇവിടെയാണ് ഹാപ്സ് എന്ന ആകാശ ഗോപുരം പ്രവർത്തിക്കുന്നത്. ഹിമാലയൻ അതിർത്തികളിലെ നിയന്ത്രണ രേഖയ്ക്ക് മുകളിലോ തന്ത്രപ്രധാനമായ സമുദ്ര മേഖലകളിലോ ഒരേ സ്ഥാനത്ത് തുടർച്ചയായി 90 ദിവസത്തോളം നിലയുറപ്പിക്കാൻ ഇതിന് കഴിയും. ഇതിലൂടെ അതിർത്തി കടന്നുള്ള ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റം, ശത്രു സൈന്യത്തിൻ്റെ അസാധാരണമായ നീക്കങ്ങൾ, ബങ്കറുകളുടെ നിർമ്മാണം എന്നിവ തത്സമയം കണ്ടെത്തുവാൻ ഇന്ത്യൻ കമാൻഡർമാർക്ക് സാധിക്കും. ഇന്ത്യയുടെ വിശാലമായ സമുദ്ര അതിർത്തികളും സാമ്പത്തിക മേഖലകളും നിരീക്ഷിക്കുന്നതിൽ ഹാപ്സ് വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതായിരിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും ചൈനീസ് അന്തർവാഹിനികളുടെയും ചാരക്കപ്പലുകളുടെയും സാന്നിധ്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സമുദ്രമേഖലയിലെ സുരക്ഷാ അവബോധം വർദ്ധിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ അടിയന്തര ആവശ്യമാണ്. ഉപഗ്രഹങ്ങളെക്കാൾ വളരെ കുറഞ്ഞ ഉയരത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഹാപ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് സമുദ്രത്തിലെ ചെറിയ ബോട്ടുകളുടെ നീക്കങ്ങൾ പോലും അതീവ കൃത്യതയോടെയും വളരെ കുറഞ്ഞ ലേറ്റൻസിയിലും ഒപ്പിയെടുക്കാൻ കഴിയും. ഇത് കടൽ മാർഗമുള്ള നുഴഞ്ഞുകയറ്റങ്ങളും കള്ളക്കടത്തുകളും തടയുവാൻ നാവികസേനയും കോസ്റ്റ് ഗാർഡിനെയും വലിയ തോതിൽ സഹായിക്കും. ആധുനിക യുദ്ധമുറകളിൽ ആശയവിനിമയ സംവിധാനങ്ങൾ തകർക്കുക എന്നത് ശത്രുക്കളുടെ പ്രധാന തന്ത്രമാണ്. യുദ്ധസമയത്ത് ശത്രുരാജ്യങ്ങൾ ഇന്ത്യയുടെ ഉപഗ്രഹ വിനിമയ സംവിധാനങ്ങളെ ജാം ചെയ്യുകയോ തകർക്കുകയോ ചെയ്താൽ പോലും അതിർത്തിയിലെ സൈനികർക്ക് തടസ്സമില്ലാത്ത കമ്മ്യൂണിക്കേഷൻ റിലേകൾ നൽകുവാൻ ഹാപ്സിന് സാധിക്കും. ഇതിലൂടെ യുദ്ധമുഖത്തുള്ള സൈനികർക്ക് കമാൻഡ് സെൻറ്ററുമായി അതിവേഗ 5G തരംഗങ്ങൾ വഴി ബന്ധപ്പെടാനും തത്സമയ യുദ്ധവിവരങ്ങൾ കൈമാറാനും കഴിയും. കനത്ത മഞ്ഞുവീഴ്ചയോ കൊടുങ്കാറ്റോ ഉള്ള പ്രതികൂല കാലാവസ്ഥകളിലും വാണിജ്യ വിമാനങ്ങൾക്കും മേഘങ്ങൾക്കും മുകളിലായതുകൊണ്ട് ഹാപ്സിൻ്റെ പ്രവർത്തനത്തെ ഒരു കാലാവസ്ഥയും ബാധിക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം ഇതിൻ്റെ സാമ്പത്തിക ലാഭവും തദ്ദേശീയമായ സുരക്ഷിതത്വവുമാണ്. ശതകോടികൾ ചിലവഴിച്ച് വലിയ റോക്കറ്റുകളുടെ സഹായത്തോടെ വിക്ഷേപിക്കേണ്ടി വരുന്ന ഉപഗ്രഹങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹാപ്സ് വിന്യാസം വളരെ ചിലവ് കുറഞ്ഞ ഒന്നാണ്. ഇന്ത്യയുടെ സ്വന്തം ശാസ്ത്രജ്ഞർ തദ്ദേശീയമായി സബ്സിസ്റ്റങ്ങളും പ്രൊപ്പലറുകളും ഉപയോഗിച്ച് ഇത് വികസിപ്പിച്ചതിനാൽ ഇതിൻ്റെ സാങ്കേതികവിദ്യ പൂർണ്ണമായും സുരക്ഷിതമാണ്. ഭാവിയിൽ അതിർത്തികളിൽ ഇന്ത്യയുടെ പ്രതിരോധ കവചം കൂടുതൽ ശക്തമാവുകയും ശത്രുക്കളുടെ ഏതൊരു അവിവേകത്തോടുള്ള നീക്കങ്ങൾക്കും മിന്നൽ വേഗത്തിൽ മറുപടി നൽകുവാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കുകയും ചെയ്യും. ഒരേ സമയം നിരീക്ഷണ കണ്ണായും വിശ്വസ്തനായ കമ്മ്യൂണിക്കേഷൻ സഹായിയും പ്രവർത്തിക്കുന്ന ഹാപ്സ് ഭാവിയിൽ ഇന്ത്യൻ അതിർത്തി സുരക്ഷയുടെ ആണിക്കല്ലായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.